ട്രെഡ്മിൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിത്രം എന്താണ്? കൂടുതൽ പേരുടെയും മനസ്സിൽ വരുന്നത് തടി കുറക്കാനും ഫിറ്റാകാനും എക്സസൈസ് ചെയ്യാനും ജിമ്മിലൊക്കെ കാണുന്ന ഈ മോഡേൺ മെഷീനായിരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ട്രെഡ്മിൽ കണ്ടുപിടിച്ചത് ശരീരം ഫിറ്റാകാനോ ഹെൽത്തി ആകാനോ അല്ല. ഇത് കണ്ടുപിടിച്ചത് ജയിലുകളിൽ ക്രൂരമായ ശിക്ഷ നൽകാനുള്ള ഉപകരണമായിട്ടാണ്. അതെ, ജയിൽ പുള്ളികളുടെ ആത്മാവ് വരെ തകർക്കാൻ പാകത്തിലുള്ള ഒരു ക്രൂരമായ മെഷീൻ. വിചിത്രമായി തോന്നില്ലേ? ഇന്നത്തെ വീഡിയോയിൽ ട്രെഡ്മില്ലിന്റെ കണ്ടുപിടുത്തത്തിന്റെ പിന്നിലെ ക്രൂരതയും ആദ്യത്തെ ട്രെഡ്മില്ലിന്റെ പ്രവർത്തനവും ആ പേരിന് പിന്നിലെ കാരണവുമെല്ലാം 3D എക്സ്പ്ലനേഷനിലൂടെ മനസ്സിലാക്കാം. അതിനു മുമ്പ് നമ്മുടെ വ്ളോഗിംഗ് വെബ്സൈറ്റ് ഐറ സ്റ്റുഡിയോസ് പുറത്തിറങ്ങിയ കാര്യം എല്ലാവരെയും സന്തോഷത്തോടെ അറിയിക്കുന്നു. വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പലവിധ 3D എക്സ്പ്ലനേഷൻസ് കൂടുതൽ ചിത്രങ്ങളോടെയും ക്രോസ് സെക്ഷണൽ വ്യൂസിലൂടെയും വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭ്യമാണ്. ലേൺ വിഷ്വലി, ലേൺ ഈസിലി, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻസിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് 1818 ഇംഗ്ലണ്ടിലെ ഒരു ജയിലിലേക്ക് പോകാം. ആ സമയങ്ങളിൽ ബ്രിട്ടനിലെ ജയിലുകൾ കുറ്റവാളികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ജയിൽ പുള്ളികളിൽ കൂടുതലും പോകാനിടമില്ലാത്ത ദരിദ്രരായിരുന്നു. ആ കാലഘട്ടത്തിൽ ഗവൺമെന്റ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നു. കുറ്റവാളികളെല്ലാം ജയിലിൽ ഒന്നും ചെയ്യാതെ മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ വെറുതെയിരിക്കുകയാണ്. ഇത് ശരിയല്ല. അവർ ചിന്തിച്ചു, ഇവർക്ക് എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കണം, ഒപ്പം നന്നായി പണിയും എടുപ്പിക്കണം. ഈ സമയത്താണ് സർ വില്യം കുബിറ്റ് എന്ന സിവിൽ എഞ്ചിനീയറുടെ വരവ്. കുബിറ്റ് ജയിലിൽ വന്ന് വെറുതെയിരിക്കുന്ന കുറ്റവാളികളെ കണ്ടപ്പോൾ ഒരു ഐഡിയ തോന്നി. എന്തുകൊണ്ട് ഇവരെ ജീവിക്കുന്ന എഞ്ചിനുകളായി ഉപയോഗിച്ചുകൂടാ? അങ്ങനെ കുബിറ്റ് മരത്തിന്റെ സ്റ്റെപ്പ് ഘടിപ്പിച്ച വലിയൊരു വീൽ ഉണ്ടാക്കിയെടുക്കുന്നു. ജയിൽ പുള്ളികളെല്ലാം ഈ വീലിൽ നിർത്താതെ തുടർച്ചയായി കയറിപ്പോകണം. ഇതായിരുന്നു ജയിൽ പുള്ളികൾക്കുള്ള ശിക്ഷ. ത്രെഡും വീലും ഉപയോഗിച്ച് ഉണ്ടാക്കിയതിനാൽ ട്രെഡ് വീൽ എന്ന പേരും ഇട്ടു. ഇതായിരുന്നു ആദ്യത്തെ ട്രെഡ്മിൽ. എന്നാൽ ഇത് പുതിയൊരു ഐഡിയ ആയിരുന്നില്ല. കുബിറ്റ് ഈ ഐഡിയ എടുത്തിരിക്കുന്നത് ആൻഷ്യൻ റോമൻ എഞ്ചിനീയറിംഗിൽ നിന്നാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റോമൻസ് അവരുടെ കെട്ടിട നിർമ്മാണത്തിനായി ഭാരമുള്ള വസ്തുക്കൾ ലിഫ്റ്റ് ചെയ്യാനായി ട്രെഡ് വീൽ ക്രെയിൻ എന്നൊരു ഉപകരണം ഉപയോഗിച്ചിരുന്നു. ഇതുപോലെ മരത്തടി കൊണ്ട് പണിത വലിയ വീലുകൾക്കുള്ളിൽ മനുഷ്യൻ കയറി നടക്കും. ഇങ്ങനെയുണ്ടാകുന്ന ചക്രത്തിന്റെ കറക്കം ഒരു കയറു വഴി കെട്ടി വലിയ ഭാരമുള്ള വസ്തുക്കൾ എളുപ്പത്തിൽ പൊക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഇങ്ങനെയാണ് അവർ വലിയ ഗോപുരങ്ങളൊക്കെ അന്ന് പണിതിരുന്നത്. മനുഷ്യന്റെ എനർജിയിൽ പ്രവർത്തിച്ച ഈ ട്രെഡ് വീൽ ക്രെയിൻ ഉപയോഗിച്ച് വലിയ ഭാരമുള്ള വസ്തുക്കൾ കുറച്ചുപേരെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് പൊക്കാൻ സാധിക്കുമായിരുന്നു. കുബിറ്റ് ഈ ഐഡിയ ജയിൽ പുള്ളികൾക്ക് ശിക്ഷ കൊടുക്കാൻ ഉപയോഗിച്ചു. ഇത്തരത്തിൽ ജയിൽ പുള്ളികളെ ഈ സ്റ്റെപ്പിൽ കയറ്റി നിർത്തും. അപ്പോൾ വീൽ കറങ്ങാൻ തുടങ്ങും. അപ്പോൾ അടുത്ത കാൽ അടുത്ത സ്റ്റെപ്പിൽ വച്ചിരിക്കണം, അല്ലെങ്കിൽ താഴെ വീഴും. താഴെ വീണാൽ കാവൽക്കാരുടെ വക വേറെയും ശിക്ഷ കിട്ടും. അതുകൊണ്ട് ഈ കറങ്ങുന്ന സ്റ്റെപ്പിൽ കയറിക്കൊണ്ടേയിരിക്കണം. ഇങ്ങനെ ഒരു മെഷീനിൽ 24 പേരെ ഒരേ സമയം നിർത്താൻ കഴിയുമായിരുന്നു. ഇവർ തമ്മിൽ ഒരു ബന്ധവുമില്ലാതിരിക്കാൻ നടുവിൽ ഇതുപോലെ ഒരു മറയും വയ്ക്കും. ഇങ്ങനെ ദിവസം 6 മണിക്കൂർ ട്രെഡ് വീലിൽ കയറണം. 15 മിനിറ്റ് കയറിയാൽ 5 മിനിറ്റ് റെസ്റ്റ് കൊടുക്കും. ഇങ്ങനെ ഒരാൾ 5000 മുതൽ 14000 വരെ പടികൾ കയറുമായിരുന്നു. ഇത് ഒരു സ്കൈ സ്ക്രാപ്പർ ഇടവേളകളില്ലാതെ 20 പ്രാവശ്യം കയറുന്നതിന് തുല്യമായിരുന്നു. അല്ലെങ്കിൽ മൗണ്ട് എവറസ്റ്റിന്റെ 80% കയറുന്നതിന് തുല്യമായിരുന്നു. ഇനി ചെയ്യുമ്പോൾ ആരെങ്കിലും സ്ലോ ആക്കിയാൽ കൂടുതൽ ശിക്ഷ നൽകാൻ സെക്യൂരിറ്റി ഗാർഡും സദാസമയം ഉണ്ടാകും. എങ്ങനെയുണ്ട് ഈ ശിക്ഷ? ഇനി ഇങ്ങനെ പണിയെടുപ്പിച്ചിട്ട് വീൽ കറക്കിയാൽ എന്തെങ്കിലും ഗുണമുണ്ടോ? ലണ്ടനിലെ ബ്രിക്സ്റ്റോൺ പോലുള്ള ചില ജയിലുകളിലെ ട്രെഡ് വീൽ ചോളം പൊടിക്കാനും വെള്ളം പമ്പ് ചെയ്യാനുമൊക്കെ ഉപയോഗിച്ചിരുന്നു. അങ്ങനെയാണ് ട്രെഡ്മിൽ എന്ന പേര് വരുന്നതും. ഇത്തരം ചില ജയിലുകൾ ഒഴിച്ചാൽ ബാക്കി ജയിലുകളിലെല്ലാം പണിഷ്മെന്റ് നൽകാൻ വേണ്ടി മാത്രമായിരുന്നു ട്രെഡ് വീൽ ഉപയോഗിച്ചിരുന്നത്.
1842 ആയപ്പോഴേക്കും ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലാൻഡ് എന്നിവിടങ്ങളിലെ 200 ജയിലുകളിൽ 109 എണ്ണവും ട്രെഡ്മിൽ ഉപയോഗിച്ചു. ഈ ക്രൂരമായ ഉപകരണം എത്രത്തോളം വ്യാപകമാണെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. 1865 ജയിൽ നിയമം പുരുഷ തടവുകാർക്ക് കഠിനാധ്വാനം നിർബന്ധമാക്കി. അതായത് പലരും ട്രെഡ്മില്ലിൽ മാസങ്ങൾ ചെലവഴിക്കേണ്ടി വന്നു. ക്രൂരമായ ശിക്ഷ. പല തടവുകാർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. പേശികൾ കീറി, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, ക്ഷീണം എന്നിവ അനുഭവപ്പെട്ടു തുടങ്ങി. എന്നാൽ കഠിനാധ്വാനം തടവുകാരെ അച്ചടക്കം പഠിപ്പിക്കുമെന്നും അവരുടെ മനസ്സിനെ പരിഷ്കരിക്കുമെന്നും ജയിൽ ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടു. വാസ്തവത്തിൽ ഇത് കറക്ഷനായിരുന്നില്ല, പീഡനമായിരുന്നു. പിന്നീട് സാമൂഹിക പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും ട്രെഡ്മില്ലിനെതിരെ രംഗത്തു വന്നു. അവർ ട്രെഡ്മിൽ പണിഷ്മെന്റ് അതിക്രൂരവും അർത്ഥശൂന്യവും ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഹാനികരവുമാണെന്ന് വാദിച്ചു. ഓസ്കാർ വൈൽഡിനെ പോലുള്ള പ്രശസ്തരായ തടവുകാർ പോലും ട്രെഡ്മില്ലിന്റെ കഠിനമായ ശിക്ഷ അനുഭവിച്ചു. ജനരോഷം വർദ്ധിച്ചു വരുന്നതിനാൽ 1800കളുടെ അവസാനത്തോടെ ബ്രിട്ടീഷ് ജയിലുകളിൽ ട്രെഡ്മിൽ നിരോധിക്കപ്പെട്ടു. പിന്നീട് എന്ത് സംഭവിച്ചു? 20ാം നൂറ്റാണ്ടിൽ ട്രെഡ്മില്ലിന് പൂർണ്ണമായ രൂപമാറ്റം സംഭവിച്ചു. നടത്തവും ഓട്ടവും ആരോഗ്യത്തിനു നൽകുന്ന ഗുണങ്ങളെക്കുറിച്ച് ഡോക്ടേഴ്സും സയന്റിസ്റ്റും പഠിക്കാൻ തുടങ്ങി. 1950കളിലും 60കളിലും ആശുപത്രികളിലും ലാബുകളിലും ട്രെഡ്മില്ലുകൾ മെഡിക്കൽ മെഷീനുകളായി ഉപയോഗിച്ചു തുടങ്ങി. 1952 കാർഡിയോളജിസ്റ്റായ ഡോക്ടർ റോബർട്ട് എ ബ്രൂസ് കൺട്രോൾഡ് കാർഡിയോവാസ്കുലാർ സ്ട്രെസ് ടെസ്റ്റിനായി ആദ്യത്തെ മോട്ടറൈസ്ഡ് ട്രെഡ്മിൽ വികസിപ്പിച്ചെടുത്തു. ഇത് മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സിൽ വിപ്ലവം സൃഷ്ടിച്ചു. പിന്നീട് 1968 അമേരിക്കൻ എഞ്ചിനീയറായ വില്യം സ്റ്റോബ് ആദ്യത്തെ വില കുറഞ്ഞ ഹോം ട്രെഡ്മിൽ ഉണ്ടാക്കിയെടുത്തു, ദി പേസ് മാസ്റ്റർ 600. ആളുകൾക്ക് സ്വന്തം വീടുകളിൽ തന്നെ ഓടാനും ആരോഗ്യത്തോടെ ഇരിക്കാനും കഴിയണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അവിടെ നിന്ന് ട്രെഡ്മില്ലിന്റെ ജനപ്രീതി അതിവേഗം വർദ്ധിച്ചു. ജിമ്മുകൾ, റിഹാബ് സെന്റേഴ്സ്, വീടുകൾ അങ്ങനെ എല്ലായിടത്തും ഉപയോഗിക്കാൻ തുടങ്ങി. ഇന്നത്തെ ആധുനിക ട്രെഡ്മില്ലുകൾ നൂതന സാങ്കേതിക വിദ്യയാൽ നിറഞ്ഞതാണ്. ഹാർട്ട് റേറ്റ് മോണിറ്റേഴ്സ്, ഇന്ററാക്റ്റീവ് സ്ക്രീൻസ്, ഡിജിറ്റൽ കോച്ചിങ്, അങ്ങനെ പല സൗകര്യങ്ങളുമുണ്ട്. ശിക്ഷയ്ക്കും പീഡനത്തിനും ഒരിക്കൽ ഉപയോഗിച്ചിരുന്ന ഒരു യന്ത്രം ആരോഗ്യത്തിന്റെയും പ്രചോദനത്തിന്റെയും നിയന്ത്രണത്തിന്റെയും പ്രതീകമായി മാറി. ആധുനിക ട്രെഡ്മില്ലുകൾ നിശബ്ദവും സുരക്ഷിതവും ഡിജിറ്റൽ സവിശേഷതകളാൽ നിറഞ്ഞതുമാണ്. എന്നാൽ ട്രെഡ്മിൽ എന്ന വാക്കിന് ഇപ്പോഴും അതിൻ്റെ ഇരുണ്ട ഭൂതകാലത്തിൻ്റെ പ്രതിധ്വനികളുണ്ട്. ലൈഫ് ഫീൽസ് ലൈക്ക് എ ട്രെഡ്മിൽ അല്ലെങ്കിൽ ഐ എം സ്റ്റക്ക് ഓൺ എ ട്രെഡ്മിൽ എന്ന് ചിലരൊക്കെ പറയുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാകും. അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഒരു ട്രെഡ്മില്ലിൽ കാലുകുത്തുമ്പോൾ ഓർമ്മിക്കുക, തടവുകാരുടെ ആത്മാവിനെ തകർക്കാനുള്ള ഒരു ഉപകരണമായി ആരംഭിച്ച ഒരു യന്ത്രത്തിലാണ് നിങ്ങൾ നടക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കൂടുതൽ 3D എക്സ്പ്ലനേഷൻ വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുക. ലേൺ വിഷ്വലി, ലേൺ ഈസിലി.